പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും ഉൾക്കൊള്ളുന്നത്, സ്വാംശീകരിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. ജീവിതത്തെ സംബന്ധിച്ചുള്ള സാക്ഷാത്തായ ഒരു ദർശനം, എ ട്രൂ വിഷൻ ഓഫ് അവർ ലൈഫ്, ആ വാക്കിലൂടെ തീർച്ചയായും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ആ വാക്ക്? ഇംഗ്ലീഷിൽ ഓഥൻറ്റിക് എന്ന് പറയും, മലയാളത്തിൽ ആധികാരികം എന്ന് നമുക്ക് തത്സമം കൊടുക്കാം, ഇക്വിവലൻ്റ്. യുവർ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക്, മൈ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക്. എൻ്റെ ജീവിതം ആധികാരികമായിരിക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആധികാരികമായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ആധികാരികം, ആധികാരികത, ഓഥൻറ്റിക്, ഓഥൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാള ഭാഷയിൽ നമുക്ക് ഇങ്ങനെ വിടുർത്തി പറയാൻ സാധിക്കും. സത്യസന്ധമാണ്, നേരും നന്മയും മാത്രം നിറഞ്ഞതാണ്. അകവും പുറവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അകത്തെ ഇരിപ്പും മനസ്സിലിരിപ്പും പുറത്ത് നമ്മൾ ഭാവിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും, അകത്തെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, മനസ്സിൻ്റെ ചിന്തകൾ, ഒരു വിഷയം സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അത് ഒരു വശത്ത് നമ്മുടെ ഉള്ളിലിരിപ്പ്, മനസ്സിലിരിപ്പ്. ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഉള്ളിലിരിപ്പ്. എന്നാൽ പുറമേയോ? ആ പുറമേ നമ്മൾ ഭാവിക്കുന്നത് മറ്റൊന്നാണ്. ഉള്ളിലിരിക്കുന്നത് പോലെയല്ല പുറമേ ഭാവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിക്കോട്ടമി എന്ന് ഇംഗ്ലീഷിൽ പറയും. അവിടെ ഒരു ദ്വന്ദ്വ സ്വഭാവം അവിടെ തീർച്ചയായിട്ടും വരും. പരസ്പരം യോജിക്കാത്ത വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ, അകത്തൊന്നും പുറത്തൊന്നും എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ആളത്വം. ഇത് അപകടകരമായ ഒരു ആളത്വത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ പറയും, എങ്ങനെ വിശ്വസിക്കും? അകത്തിരിക്കുന്നതൊന്നും പുറത്തു പറയുന്നത്, ഭാവിക്കുന്നത് മറ്റൊന്നുമാണ് എന്നിങ്ങനെ നമ്മൾ തമാശയാണെങ്കിലും ഗൗരവത്തോടെ ആണെങ്കിലും ചിലരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളങ്ങനെ വിലയിരുത്താറുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നേർമയും അതിൻ്റെ നിറവും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഓഥൻറ്റിസിറ്റിയിലാണ്, ആധികാരികതയിലാണ്. വെദർ അവർ ലൈഫ് ഈസ് റിയലി ഓഥൻറ്റിക് ഓർ നോട്ട്, ആധികാരികമാണോ? നീ സംസാരിക്കുമ്പോൾ അത് ആധികാരികമാവുന്നത്, അത് സത്യസന്ധമായി വരുന്നത്, അകത്തൊന്നും പുറത്തൊന്നും ഒന്നൊരു വ്യത്യാസമില്ല. മനസ്സിൽ എന്താണോ അതുതന്നെയാണ് പുറത്ത് ഭാവിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അങ്ങനെ ഒരു ആളത്വത്തിൻ്റെ സമഗ്രതയും പൂർണ്ണതയും, അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തീർച്ചയായും അങ്ങനെ വേണം. ഓഥൻറ്റിസിറ്റി, യുവർ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആളത്വ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവമായി, ഒരു പാഠമായി നാം എക്കാലവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ മനസ്സിൻ്റെ സത്യസന്ധത, നന്മ, നേർമ,
അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കളവും വഞ്ചനയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതൊന്നും കാട്ടാതെ സ്നേഹവും സമാധാനവും പുറത്ത് ഭാവിക്കുക. അകവും പുറവും തമ്മിൽ ചേർന്ന് പോകാതിരിക്കുക. ഇത് അപകടകരമായ ഒരു ആളത്വമാണ്. ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് ഡേഞ്ചറസ്. ഇഫ് യുവർ ഇന്നർ thoughts really do not agree with your outward words and actions, then the personality itself is in conflict. The inner and the outer, the exterior and the inner, they are in conflict. That kind of a personality is dangerous in a way. അത് അപകടകരമായ ഒരു ആളത്വമാണ്. നമുക്ക് നമ്മളുടെ ആളത്വം വികസിച്ചു വരുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിച്ചു കൊള്ളണം. സത്യസന്ധമായ വാക്കുകളും പെരുമാറ്റങ്ങളും പുറമേ അതേപോലെ തന്നെ അകമേയും. എന്താണോ നമ്മളുടെ അകത്ത് അത് നന്മയിൽ നിറയുക, നേരിൽ നിറയുക. ആ നേരും നന്മയും പുറത്ത് വാക്കിലും എല്ലാം പ്രകാശിപ്പിക്കുവാൻ കഴിയുക. അങ്ങനെ സമഞ്ജസമായി ഒരു നല്ല ചേരുവയായി നമ്മുടെ ആളത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും യു വിൽ ബി അക്സെപ്റ്റഡ് ആൻഡ് യു വിൽ ബി കൺസിഡേർഡ് ആസ് എ ട്രൂ പേഴ്സൺ. നിങ്ങൾ സ്വീകാര്യരായിത്തീരും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് മറ്റുള്ളവർ നിങ്ങളെ തീർച്ചയായും കരുതും, പരിഗണിക്കും, സ്വീകരിക്കും. കുഞ്ഞുങ്ങളെ, ബി ഓഥൻറ്റിക്, യുവർ സെൽഫ്. സത്യസന്ധരാവൂ, അകമേയും പുറമേയും. ആധികാരികത അങ്ങനെയാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത്. അധികാരം കൊണ്ട് മറ്റുള്ളവരെ വരുതിക്ക് കീഴിൽ കൊണ്ടുവരുവാനല്ല, ആധികാരികമായ സത്യസന്ധമായ ഒരു ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവരെ നമുക്ക് ആകർഷിച്ച് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഈ ആധികാരികത കൊണ്ടാണ് ആത്യന്തികമായി കഴിയുക. അതോറിറ്റി കൊണ്ട്, അധികാരം കൊണ്ട് താത്കാലികമായ ഒരു നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. ആധികാരികത കൊണ്ടാകട്ടെ എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം നമുക്ക് വ്യക്തികളുമായി, ലോകവുമായി നമുക്ക് വളർത്തിയെടുക്കാൻ, നിലനിർത്തിയെടുക്കാൻ സാധിക്കും. ബി ഓഥൻറ്റിക്. ആധികാരികമാവട്ടെ നിങ്ങളുടെ ജീവിതം. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.